റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്ലവർ ഒരു പ്ലാന്റിൻ്റെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഫ്ലവർ. ആ ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഏതാ? ജിംനോസ്പേംസ് അല്ല, ആൻജിയോസ്പേംസ്. അതായത് ജിംനോസ്പേംസ് എന്ന് പറഞ്ഞാൽ ഫ്ലവർ ഉണ്ടാവാത്ത നേക്കഡ് സീഡ്സ് മാത്രം കാണുന്ന ഒരു പ്ലാന്റ് ആണ് ജിംനോസ്പേംസ്. പക്ഷേ ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. സോ ഈ ഫ്ലവറിങ് പ്ലാന്റ്സിൽ തന്നെ സെക്ഷൽ ആസ് വെൽ ആസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണാം. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. പിന്നെ പറയേണ്ട ഫ്ലവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്ലവർ ബൈസെക്ഷലും ഉണ്ട്, യൂണിസെക്ഷലും ഉണ്ട്. ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ അതിൻ്റെ മെയിലും ഫീമെയിൽ ഗാമീറ്റും അതായത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസും സെയിം പ്ലാന്റിലായിരിക്കും ഉണ്ടാവാം. സെയിം ഫ്ലവറിൽ തന്നെ നമുക്ക് മെയിലും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് കാണാൻ പറ്റും. വേറാസ് യൂണിസെക്ഷൽ ആണെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഒരു ഫ്ലവറിൽ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വേറൊരു ഫ്ലവറിൽ, അങ്ങനെ വ്യത്യസ്തമായി മാറ്റിയിട്ടുണ്ടാവും ഈ ഫീമെയിൽ മെയിൽ റീപ്രൊഡക്ഷൻ മീൻസ് റീപ്രൊഡക്റ്റീവ് പാർട്സ്. സോ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഷൂ ഫ്ലവർ നമ്മുടെ ചെമ്പരത്തി എന്ന് പറയുന്നത് ഒരു ബൈസെക്ഷൽ ഫ്ലവറാണ്. അതിൽ നമുക്ക് മെയിലും ഫീമെയിൽ പാർട്സ് കാണാൻ പറ്റും. വെറാസ് യൂണിസെക്ഷൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ പപ്പായ, മെയ്സ്, ഇതൊക്കെ യൂണിസെക്ഷലിൻ്റെ എക്സാമ്പിൾസ് ആണ്. സോ ഒരു ടിപ്പിക്കൽ ഫ്ലവർ എടുക്കുകയാണെങ്കിൽ, ബൈസെക്ഷൽ ഫ്ലവർ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ട്, അതായത് ഇവിടെയാണ് നമ്മളുടെ പോളൻ ഗ്രെയിൻസ് വന്ന് വീഴുമ്പോഴാണ് പോളിനേഷൻ പ്രോസസ്സ് നടക്കുക. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ ഒരു പോർഷനെയാണ് സ്റ്റിഗ്മ എന്ന് പറയുക. ഈ ഒരു ട്യൂബിനെ നമുക്ക് സ്റ്റൈൽ എന്ന് പറയും. ആൻഡ് ഈ സ്റ്റൈലിന് ലീഡ് ചെയ്യണ ഈ ഒരു ഓവൽ പാർട്ടിനെ ഓവറി എന്ന് പറയാം. ഈ സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി കൂടിയിട്ടാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് അഥവാ പിസ്റ്റൽ ഓർ കാർപ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി, സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി, ഇത് മൂന്നുമാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് ഓഫ് എ ഫ്ലവർ. ഇനി മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുകയാണെങ്കിലും ആന്തറും ഫിലമെൻറ്റും, ഈ ട്യൂബിന് ഫിലമെൻ്റ് എന്നും ഈ ലോബ്ഡ് സ്ട്രക്ചറിനെയാണ് ആന്തർ എന്ന് പറയുക. ഇത് രണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് അഥവാ സ്റ്റേമൻ. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ എതൾ, അതായത് പെറ്റലിനെ കൊറോള എന്നും പറയും. പെറ്റൽ. ഇനി സെപ്പൽ, അതായത് ഈ ഇപ്പോൾ ഒരു ചെമ്പരത്തിയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പച്ച കളറിലുള്ളൊരു ഭാഗമല്ലേ താഴെ, അതിനെയാണ് സെപ്പൽ എന്ന് അല്ലെങ്കിൽ കാലിക്സ് എന്നും പറയും. ഇത് മൊത്തത്തിൽ ഈ ഒരു ഭാഗമല്ലേ, ഈ ഒരു ബൾജ് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്തിനെയാണ് തലാമസ് എന്നും പറയുക. ആൻഡ് ദിസ് വൺ ഈസ് ദ സ്റ്റോക്ക് ഓർ പെഡിസിൽ. സോ ഇതാണ് ഒരു ടിപ്പിക്കൽ ബൈസെക്ഷലിൻ്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവറിന് 4 വേൾസ് ആണ് ഉള്ളത്. 4 വേൾസ്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി വേൾസ് ഡസ് എ ഫ്ലവർ കണ്ടെയ്ൻ? 4 വേൾസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പിസ്റ്റൽ അല്ലെങ്കിൽ കാർപ്പലിനെ നമ്മൾ പറഞ്ഞു. അതായത് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് പിസ്റ്റൽ. ഓക്കെ, വിച്ച് കോൺട്രിബ്യൂട്ട്സ് ദ സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ സ്റ്റേമൻ ആണ് അടുത്തത്. സ്റ്റേമൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. ആൻഡ് ദെൻ സെപ്പൽ ആൻഡ് പെറ്റൽ. ഈ അതായത് ഏതൊക്കെ പറഞ്ഞു? സ്റ്റേമൻ, പിസ്റ്റൽ, പെറ്റൽ ആൻഡ് സെപ്പൽ. ഇത് 4 ആണ് നമ്മുടെ 4 വേൾസ്. 4 വേൾസ് എന്ന് പറയുന്നത് ഈ 4 എണ്ണമാണ്. അപ്പോൾ ഈ 4 വേൾസും നമ്മൾ തലാമസ് കാണിച്ചു തന്നു. ആ തലാമസിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ 4 വേൾസ് ഇരിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റേജസും കൂടി കാണാം. അതായത് ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ 3 സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ പ്രീ ഫെർട്ടിലൈസേഷൻ പീരീഡ് ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ പീരീഡ്. സോ അതിനു മുൻപ് നമുക്ക് സ്റ്റേമൻ, പിസ്റ്റൽ, ഇവർ രണ്ടുപേരെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കും. ഇതിൽ നമുക്ക് പ്രീ ഫെർട്ടിലൈസേഷൻ പീരീഡിൽ അല്ലെങ്കിൽ ഇവൻറ്റിൽ 2 പ്രോസസ്സാണ്. ഒന്ന് ഗാമിറ്റോജിനസിസ്, രണ്ടാമത്തത് ഗാമി ട്രാൻസ്ഫർ.
അപ്പോൾ ഗാമീറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡക്ഷൻ ഓഫ് ഗാമീറ്റ്സ്. ഗാമീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? പോളൻ ഗ്രെയിൻസും ഓവമാണ് ഗാമീറ്റ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഈ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഗാമീറ്റ്സിൻ്റെ ട്രാൻസ്ഫർ, അതായത് പോളൻ ഗ്രെയിൻ വന്നിട്ട് ഞാൻ പറഞ്ഞു സ്റ്റിഗ്മ കാണിച്ചത്, ആ സ്റ്റിഗ്മയിലേക്ക് ഫോൾ ചെയ്താലാണ് പോളിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കാം. അതാണ് സെക്കൻഡ് വൺ, ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ രണ്ട് സംഭവങ്ങൾ കാണാം, അതായത് ഒന്ന് സിംഗമി, ഒന്ന് ട്രിപ്പിൾ ഫ്യൂഷൻ. ഇത് രണ്ടും ഈ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിൽ കാണാം. ആൻഡ് തേർഡ് വണ്ണിലും ഡെവലപ്മെൻറ്റ് ഓഫ് എൻഡോസ്പേം ആൻഡ് എംബ്രിയോൻ്റെ എൻഡോസ്പേമിൻ്റെയും ഡെവലപ്മെൻറ്റ് കാണാം നമുക്ക് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിൽ. അതുപോലെ തന്നെ ഒവ്യൂൾസ് സീഡായിട്ടും ഓവറി ഫ്രൂട്ടായിട്ടും നമുക്ക് മാറുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് 3 സ്റ്റേജസ്. ഇതിലിങ്ങനെ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിൽ നമുക്ക് രണ്ടെണ്ണം പറഞ്ഞു, ഗാമീറ്റോജെനിസിസും ഗാമി ട്രാൻസ്ഫറും പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാം. സോ ആൻഡ്രീഷ്യത്തിൽ ഒരു വോൾ ഓഫ് സ്റ്റേമൻ ആണ് ഉള്ളത്. അപ്പോൾ ഒരു സ്റ്റേമൻ എടുക്കുകയാണെങ്കിൽ അതിൽ പറഞ്ഞു ആന്തറും ഫിലമെൻ്റാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഒരു ആന്തർ എന്ന് വെച്ചാൽ ഈ ഒരു ബൈലോബ്ഡ് സ്ട്രക്ചറിനെയാണ് ആന്തർ എന്ന് പറയുക. 2 ലോബ്സ് ഉണ്ട്. ഈ 2 ലോബ്സിലും മൈക്രോസ്പൊറാഞ്ചിയ, 4 മൈക്രോസ്പൊറാഞ്ചിയ, അതായത് 2 ഇൻ ഈച്ച് ലോബ്, ഒരേ ലോബിൽ 2 എണ്ണം വെച്ച് 4 മൈക്രോസ്പൊറാഞ്ചിയ ഇവിടെ ഉണ്ട്. ഈ ഒരു ട്യൂബിനെയാണ് ഫിലമെൻ്റ് എന്ന് പറയുക. ഒന്നുകൂടെ പറയാം, ഇവിടെ 4 ലെയേഴ്സ് ഉണ്ട്, എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയർ ആൻഡ് ടപ്പീറ്റം. അപ്പോൾ ഇതിൽ ഈ 4 ലെയേഴ്സും എന്തിനാ ഹെൽപ്പ് ചെയ്യണേന്ന് വെച്ചാൽ പ്രൊട്ടക്ഷനും ഡെഹിസെൻസിനും. അതായത് ഈ പോളൻ ഗ്രെയിൻസൊക്കെ പെട്ടെന്ന് നമ്മുടെ പോളിനേറ്റേഴ്സ് അല്ലാണ്ട് തന്നെ കുറേ ഉപദ്രവകാരികൾ ഉണ്ടാവുമല്ലോ, അവരിൽ നിന്ന് പ്രൊട്ടക്ഷനൊക്കെ വേണ്ട, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെടികൾ പൂക്കൾ ഉണ്ടാവാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അതിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, ഈ പ്രിഡേറ്റേഴ്സിൻ്റെ ഒക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ 4 ലെയേഴ്സ്. അതായത് അപ്പോൾ അവർ പ്രൊട്ടക്ഷനും ചെയ്യും. അതുപോലെ തന്നെ ഈ പോളൻ ഗ്രെയിൻ ഉണ്ടായത് മെച്യൂർ ചെയ്തതിന് ശേഷം അതിൻ്റെ റിലീസ് നടത്തുമ്പോൾ ഈ ഒരു പോർഷൻ ഇവിടെ, ഈ ലെയർ എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമല്ല ഉള്ളത്, മൊത്തത്തിൽ ഉള്ള ലെയേഴ്സാണ്, ഇവിടെ മാത്രമേ ഇങ്ങനെ കാണിച്ചിരിക്കുന്നു എന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് ഇത് ബ്രേക്ക് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്, അതായത് ഡിഹൈസ് ചെയ്യുക, ഇവിടെ ഇങ്ങനെ ഒന്ന് മുറിഞ്ഞിട്ട് പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലെയേഴ്സ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ സ്പോറോജീനിയസ് ടിഷ്യൂസ് കോമ്പാക്റ്റ് ആയിട്ടായിരിക്കും, ആദ്യം ഇങ്ങനെ കട്ട പിടിച്ചിട്ടായിരിക്കും ആദ്യം അറേഞ്ച് ചെയ്യുക. സ്പോറോജീനിയസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ യങ് ആയിട്ടുള്ള കണ്ടീഷനാണ്. പിന്നെ അതിന് ഡിവിഷൻ സംഭവിച്ചിട്ട് അത് MMC അതായത് മൈക്രോസ്പോർ മദർ സെൽസ് ആയിട്ട് അത് മാറും. ആ മൈക്രോസ്പോർ മദർ സെല്ല് പോളൻ ഗ്രെയിൻ ഉണ്ടാക്കാൻ കേപ്പബിൾ ആണ്. എല്ലാ മൈക്രോസ്പോർ മദർ സെല്ലും പോളൻ ഗ്രെയിൻ ഉണ്ടാക്കാൻ കേപ്പബിൾ ആണ്. അതായത് ആന്തറിൻ്റെ മെച്ചുറേഷനാണ് നമ്മളിപ്പോൾ പറയണത്, യങ്ങിന്ന് മെച്ചുവർ ആവാനുള്ള കണ്ടീഷനാണ് പറയണത്. അപ്പോൾ സ്പോറോജീനിയസ് ടിഷ്യൂസിൽ നിന്ന് മൈക്രോസ്പോർ മദർ സെല്ലാവും, അതിൽ നിന്ന് പോളൻ ഗ്രെയിൻ ആവും. ഈ പോളൻ ഗ്രെയിൻ, ഈ ഒരു പ്രോസസ്സിനെയാണ് മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറയുക. ഇനി നമ്മൾ 4 തീക്ക എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ പറയണില്ലേ, ഈ 4 തീക്ക കണ്ടീഷനെ മൈക്രോസ്പൊറാഞ്ചിയ എന്നും, ഒരു തീക്ക, അതായത് ഇതിൽ ഒരു തീക്കേനെ നമ്മൾ എന്താ പറയുക, മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറയും. ഈ ടേംസ് ഒന്നും കൺഫ്യൂഷൻ ആവരുത്. അതായത് ഇപ്പോൾ നമ്മൾ മൈക്രോസ്പോറോജെനിസിസ്, സ്പൊറാഞ്ചിയ, അങ്ങനെ കുറേ ടേംസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് എഴുതി വെക്കുക, ഒരു പേപ്പറിൽ എല്ലാതും എഴുതി വെച്ചിട്ട് റിവൈസ് ചെയ്താൽ അത് തെറ്റില്ല. ഇനി ഈ സ്പോറോജീനിയസ് ടിഷ്യൂസ് ഡിവൈഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞില്ലേ, അതായത് മെച്ചുറേഷൻ നടക്കുമ്പോൾ അത് ഡിവൈഡ് ചെയ്യും, അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യും, പിന്നെ ആവശ്യമില്ലാത്തത് ഡീജനറേറ്റ് ചെയ്ത് പോകും. പിന്നെ അവരുടെ സൈസൊക്കെ ഇൻക്രീസ് ചെയ്യുക. അതായത് ടപ്പീറ്റം എന്ന് പറഞ്ഞാൽ ആ ലെയർ ഞാൻ പറഞ്ഞു നറിഷ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യാമെന്ന്. ഈ ടപ്പീറ്റം ലെയർ നമ്മുടെ ഈ പോളൻ ഗ്രെയിൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള നറിഷ്മെൻറ്റ്, അതായത് ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ അമ്മ ഭക്ഷണം കഴിച്ചാലല്ലേ ആ കുട്ടിക്ക് ആ ഒരു ഫുഡൊക്കെ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ടപ്പീറ്റമാണ് ഇവിടെ നറിഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണത്. അപ്പോൾ ആദ്യം ഇങ്ങനെ കോമ്പാക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത ആൾക്കാർ പിന്നെ ഡിവൈഡും ഡിഫറൻഷ്യേറ്റും ഒക്കെ ചെയ്ത് ലൂസായിട്ട് ഇങ്ങനെ കെടുക്കും. അതായത് മൊത്തത്തിൽ ഇങ്ങനെ വ്യാപിച്ച് ലൂസായിട്ട് കെടുക്കും. എന്നിട്ടാണ് പിന്നെ ഇവിടുന്ന് റിലീസ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റേമിനെ കുറിച്ച് ഓൾറെഡി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ യങ് സിംഗിൾ ന്യൂക്ലിയസ് സ്റ്റേജാണ് ഒരു പോളൻ ഗ്രെയിനിൻ്റെ.
യങ് സിംഗിൾ ന്യൂക്ലിയസ് സ്റ്റേജ്. അപ്പോൾ അത് ഹാപ്ലോയിഡ് ആയതുകൊണ്ട് തന്നെ അത് മൈറ്റോസിസ് നടത്തി N2N ആവും. അപ്പോൾ ഇവിടെ ഇതാണൊരു മെച്യൂർ പോളിംഗ് ഗ്രെയിനിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഔട്ടർ വാൾ. ഇവിടെ 2 സെൽ വാൾ ഉണ്ട്. ഒന്ന് ഔട്ടർ വാൾ എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് സ്പോറോപോളിനിൻ പറഞ്ഞ ഒരു സബ്സ്റ്റൻസ് കൊണ്ടാണ്. ഈ സ്പോറോപോളിനിൻ എന്ന് പറഞ്ഞാൽ അതിന് കുറേ സംഭവങ്ങൾ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഹൈ ടെമ്പറേച്ചർ, അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ് സ്പോറോപോളിനിൻ. അതുകൊണ്ട് തന്നെ നമുക്ക് പോളൻ ഗ്രെയിൻസ് കുറേ നാൾ പ്രിസർവ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുള്ളാണ്. അതാണ് ഔട്ടർ വാൾ. ആൻഡ് ഇന്നർ വാൾ ഇൻറ്റൈൻ, അത് സെല്ലുലോസും പെക്റ്റിനും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അതിൻ്റെ ഉള്ളിൽ 2 സെൽസ് നമുക്ക് കാണാം ഒരു പോളൻ ഗ്രെയിൻ്റെ ഉള്ളിൽ, വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും. ഈ വെജിറ്റേറ്റീവ് സെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്, അതായത് ബിഗും. ഈ ജനറേറ്റീവിനെ അപേക്ഷിച്ചിട്ട് വെജിറ്റേറ്റീവ് സെല്ല് ബിഗാണ്. അതിന് ഫുഡ് റിസർവ്, അതായത് അബണ്ടൻ്റ് ആയിട്ട് ഫുഡ് മെറ്റീരിയൽസ് ഉണ്ട് അതിൽ. അതുപോലെ തന്നെ അവരുടെ ന്യൂക്ലിയസ് ഭയങ്കര ഇറഗുലറാണ്. സോ ഫുഡ് മെറ്റീരിയൽ അബണ്ടൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവർ എന്തിന് ഹെൽപ്പ് ചെയ്യും, നറിഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നെക്സ്റ്റ് വൺ ജനറേറ്റീവ് സെല്ലെന്ന് പറഞ്ഞാൽ അവർ സ്മോളാണ്. അവർ ഈ വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിലാണ് ഈ ജനറേറ്റീവ് സെല്ലിനെ കാണാം. അവർ നെക്സ്റ്റ് ജനറേഷൻ, അതായത് അടുത്ത ജനറേഷന് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുക. ഇനി ഈ ഒരു സെൽ വാളിൽ സ്പോറോപോളിനിൻ ഇല്ലാത്ത ഒരു ഭാഗം ഉണ്ടാവും. ആ ഭാഗത്ത് നിന്നാണ് ഈ രണ്ടും ഷെഡ് ചെയ്ത് പോവുക, ഈ 2 സെൽസ് ഷെഡ് ചെയ്ത് പോവാം. അപ്പോൾ ആ ഒരു ഭാഗത്തിന് ജേം പോർ എന്നാ പറയുക. ഈ ഒരു 2 സെൽ സ്റ്റേജിലാണ് നമ്മുടെ പോളിനേഷന് വേണ്ടിയിട്ട് ഈ ആന്തർ ഷെഡ് ചെയ്യുക. ഈ ഒരു 2 സെൽ സ്റ്റേജിലാണ് ആന്തർ ഈ പോളൻ ഗ്രെയിൻ ഷെഡ് ചെയ്യുന്നത്, അതായത് സ്റ്റിഗ്മയ്ക്ക് ഷെഡ് ചെയ്യുന്നത്. സോ അത്രയേ ഉള്ളൂ ഈ പോളൻ ഗ്രെയിൻ. ഇനി നമുക്ക് ഈ പോളൻ ഗ്രെയിൻസ് കുറേ ബ്രോങ്കൈറ്റിസ് അങ്ങനെ കുറേ അസുഖങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. അത് ചിലവർക്ക് അലർജി ഉണ്ടാക്കുന്നുണ്ട്. സോ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനിലേക്ക് പോവാം. സോ ഇനി നമുക്ക് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിനെ കുറിച്ച് പഠിക്കാം. സോ ഒരു ടിപ്പിക്കൽ ഒവ്യൂളിൽ സ്ട്രക്ചേഴ്സ് നമുക്ക് ആദ്യം എന്തൊക്കെയുണ്ട് അതിൽ നിന്ന് നമുക്ക് പഠിക്കാം. ഈ ഒവ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സീഡായിട്ട് മാറുന്ന ഒരു പോർഷനാണ് ഒവ്യൂൾ എന്ന് പറയുന്നത്. ഒവ്യൂൾ എവിടെയായിരിക്കും കാണുക, ഓവറിയുടെ അകത്ത്. അതായത് നമ്മളിവിടെ ഒരു ഫിഗർ ആദ്യം കാണിച്ചില്ലേ, ഇതിൻ്റെ അകത്താണ് ഒവ്യൂൾ ഉണ്ടാവുക. അതായത് ഇതിവിടെ ഒരു പ്ലസൻ്റ ഇങ്ങനെ ഉണ്ടാവും, അതുമേൽ ഒവ്യൂൾസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടിരിക്കുന്നുണ്ടാവും. ഈ ഒരു ഒവ്യൂളിനെ എടുത്തിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒവ്യൂളിൻ്റെ അകത്ത് നമുക്ക് ആദ്യം കാണാം ഈ പ്ലസൻ്റ ആയിട്ട് ഒവ്യൂൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫ്യൂണിക്കിൾ വഴിയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹൈലം എന്ന് പറഞ്ഞ റീജിയണിലാണ് ഈ ഫ്യൂണിക്കിളും പ്ലസൻ്റയും തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് നടക്കുന്നത്. അതായത് ഒരു ജംഗ്ഷനാണ് ഒവ്യൂളിൻ്റെയും ഫ്യൂണിക്കിളിൻ്റെയും അറ്റാച്ച്മെൻറ്റിൻ്റെ ജംഗ്ഷനാണ് ഹൈലം. ഇനി പറയുകയാണെങ്കിൽ നമ്മുടെ ഒവ്യൂളിന് 2 ഇൻടെഗുമെൻ്റ് ഉണ്ട്. ഇൻടെഗുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോളൻ ഗ്രെയിൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നല്ലോ സെൽ വാൾസ്, അതുപോലെ ഇൻടെഗുമെൻറ്റ്സ് ഉണ്ട് ഇവിടെ, ഔട്ടറും ഇന്നറും. ഇവർ 2 പേരും നമ്മുടെ ഒവ്യൂളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പ്രൊട്ടക്ഷൻ, അതാണ് അതിൻ്റെ ഫങ്ഷൻ. ഓക്കെ, ഈ നമ്മൾ പോളൻ ഗ്രെയിൻ പറഞ്ഞപ്പോൾ ജേം പോർ പറഞ്ഞിരുന്നു. പോളൻ ഗ്രെയിനിന് എന്താ സ്പോറോപോളിനിൻ എന്ന് പറഞ്ഞ ഭാഗമില്ലാത്ത ഒരു ഓപ്പണിങ്ങിനെയാണ് ജേം പോർ എന്ന് പറയുക. ഇവിടെ അതുപോലെ ഒവ്യൂളിൻ്റെ കേസിലാണെങ്കിൽ ഇൻടെഗുമെൻ്റ് കാണാൻ പറ്റാത്തൊരു റീജിയൻ, ആ ഒരു ഓപ്പണിങ്ങിനെയാണ് മൈക്രോപൈൽ എന്ന് പറഞ്ഞ ഓപ്പണിങ്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ന്യൂസെല്ലസ് എന്ന് പറഞ്ഞ ലെയറും ഉള്ളിൽ എംബ്രിയോ സാക്ക്. ഇതാണൊരു ടിപ്പിക്കൽ ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ആൻഡ് ഓൾസോ മൈക്രോപൈലിൻ്റെ ഓപ്പോസിറ്റ് റീജിയനാണ് ചെലാസ എന്ന് പറയുന്നത്. ഓക്കെ, ചെലാസ. ഇവിടെ നമ്മുടെ ന്യൂസെല്ലസിൽ ഫുഡ്, അതായത് അബണ്ടൻറ്റ് ഫുഡ് മെറ്റീരിയൽസ് ഉണ്ട്. നമ്മൾ ടപ്പീറ്റം പറഞ്ഞു, പോളൻ ഗ്രെയിനിൽ ടപ്പീറ്റം പറഞ്ഞു, അതുപോലെ ഇവിടെ ന്യൂസെല്ലസ് ആണ് അബണ്ടൻറ്റ് ഫുഡ് മെറ്റീരിയൽസ് ഉള്ളൊരു ഭാഗം. അപ്പോൾ ഈ ന്യൂസെല്ലസ് ആണ് ഡെവലപ്പിംഗ്
എംബ്രിയോ സാക്കിന് നറിഷ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഈ മൈക്രോപൈലർ റീജിയണിൽ കിടക്കണ കുറേ മദർ സെൽസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് കുറേ മദർ സെൽസ് ഉണ്ട്. അതിലൊരു സിംഗിൾ മദർ സെല്ലിന് മെഗാസ്പോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേപ്പബിളാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ്, അതായത് ഈ മെഗാസ്പോർ മദർ സെല്ലിന് മെഗാസ്പോർസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് മെഗാസ്പോറോജെനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 4 മെഗാസ്പോർസാണ് അവരുണ്ടാക്കാം. 4 മെഗാസ്പോർസ് ഉണ്ടാക്കിയതിൽ 3 ഡീജനറേറ്റ് ചെയ്ത് പോകും. 3 ഡീജനറേറ്റ് ചെയ്ത് പോകും. അതിൽ 1 മാത്രമേ ഫങ്ഷണലായിട്ട് ഉണ്ടാവുള്ളൂ. ആ ഫങ്ഷണൽ ഉള്ള മെഗാസ്പോറിനെയാണ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോ സാക്ക് എന്ന് പറയാം. അടുത്തത് ഈ ഫങ്ഷണൽ മെഗാസ്പോർ അവരുടെ ന്യൂക്ലിയസ് മാത്രം ഡിവൈഡ് ചെയ്യുക. അതായത് സെൽവാൾ ഉണ്ടാവില്ല, ന്യൂക്ലിയസ് മാത്രം ഡിവൈഡ് ചെയ്തിട്ട് ആദ്യം 2 ന്യൂക്ലിയൻ്റെ ഒരു സ്റ്റേജായിട്ട് ആദ്യത്തെ ഡിവിഷനിലുണ്ടാവും. എന്നിട്ട് ഈ 2 ന്യൂക്ലിയസ് 2 ഓപ്പോസിറ്റ് പോളിലേക്ക് നീങ്ങും. അതിനുശേഷം 2 മൈറ്റോട്ടിക് ഡിവിഷൻസ് നടക്കും. അതായത് 2 4 ആവും, 4 8 ആവും. 8 അപ്പം മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ 2n കണ്ടീഷൻ, അതായത് 2n ആവുക, അതായത് ഡബിൾ ചെയ്യുക. അപ്പം അങ്ങനെ 8 ന്യൂക്ലിയേറ്റ് ഇവർക്ക് ഉണ്ടാവും. സോ ഇവിടെ സെൽ വാള് ആദ്യം ഉണ്ടാവില്ല. പിന്നെ 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജ് ആവുമ്പോൾ 6 ന്യൂക്ലിയയ്ക്ക് സെൽ വാൾ ഡെവലപ്പ് ചെയ്യും, 2 ഡെവലപ്പ് ചെയ്യില്ല. ആ 2 നടുവിൽ പോയിട്ട് പോളാർ സെല്ലായിട്ട് മാറും. അതിന് ഉണ്ടാവില്ല. ബാക്കി 6 സെൽ വാൾ ഡെവലപ്പ് ചെയ്യും. ഈ 8 സെല്ലിൽ 3 സെൽസ്, അതായത് 3 സെൽസ് എവിടെയാണ് മൈക്രോപൈലാർ എൻഡിലേക്ക് വരും. ഞാൻ പറഞ്ഞു 8 സെൽസ് ഉണ്ട്, അതിൽ 3 മൈക്രോപൈലാർ റീജിയൻസിലേക്ക് വരും. 3 അതിൻ്റെ ഓപ്പോസിറ്റ് ചലാസൽ എൻഡിലേക്ക് 3 വരും. ഓക്കെ, അപ്പോൾ 3 3 6 2 അതിന് സെൽ വാൾ ഫോം ചെയ്തിട്ടില്ല. ഇവിടെ ന്യൂക്ലിയസ് മാത്രമേ ഉള്ളൂ. അവർ സെൻട്രൽ റീജിയണിൽ വരും അവിടെ. അപ്പോൾ അതൊരു സിംഗിൾ സെല്ലായിട്ട്, അതായത് നടുവിലത്തുള്ള ഈ ഒരു പോളാർ ന്യൂക്ലിയനെ നമുക്കൊരു സെൻട്രൽ സെല്ലായിട്ട് ആലോചിക്കാം. അതായത് അപ്പം നമുക്ക് നോക്കാം, ഇവിടെ 3 ഇവിടെ 3 + 3 6 + 1 ഇതൊരു 1 സെല്ലായിട്ട് ആലോചിക്കുമ്പോൾ 7 സെല്ലും 8 ന്യൂക്ലിയസ് ഉണ്ട്. 1 2 3 4 5 6 7 8. അപ്പോൾ ഈ ഒരു സ്റ്റേജിനെയാണ് 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ് എന്നാണ് ഈ ഒരു ഇതിനെ പറയാം. പിന്നെ ഇതിൽ 3 ചലാസൽ എൻഡിലുള്ള 3 സെൽസിന് ആൻറ്റിപോഡിൽസ് എന്നാണ് പറയാം. അതുപോലെ തന്നെ ഈ എഗ് അപ്പാരറ്റസ്, അതായത് നമ്മുടെ മൈക്രോപൈലാർ എൻഡിൽ കാണുന്ന ഈ 3 സെൽസിൽ അതിൽ 2 സിനർജിഡ്സ് എന്നാണ് അതിൻ്റെ പേര്. അതിൽ 1 മാത്രമാണ് എഗ്ഗായിട്ട് മാറുന്നത്. ഈ ഒരു ഇതിനെയാണ് എഗ് അപ്പാരറ്റസ് എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഈ മൈക്രോപൈലാർ റീജിയണിൽ ഒരു തിക്കനിങ് ഉണ്ട്, സെല്ലുലാർ തിക്കനിങ് ഉണ്ട്. ഈ ഒരു സെല്ലുലാർ തിക്കനിങ്ങിനെ ഫില്ലിഫോം അപ്പാരറ്റസ് എന്നാണ് പറയുക. ഈ ഫില്ലിഫോം അപ്പാരറ്റസ് നമ്മുടെ പോളൻ ട്യൂബ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞിരുന്നു. ഈ പോളൻ ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെ ഇങ്ങനെ ഇവിടേക്ക് ഡയറക്റ്റ് ചെയ്യണത്, എഗ് സെല്ലിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഫില്ലിഫോം അപ്പാരറ്റസ് ആണ്. അപ്പോൾ നമ്മൾ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഗാമിറ്റോജെനസിസ്. ഇപ്പം നമ്മൾ ഒവ്യൂളിൻ്റെയും അതുപോലെ, അതായത് എഗ്ഗിൻ്റെയും അതുപോലെ തന്നെ പോളൻ ഗ്രെയിൻ, ഇവർ 2 പേരുടെയും ഗാമിറ്റോജെനസിസ്, അതായത് മെയിലും ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ഉണ്ടാകുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഗാമീറ്റ് ട്രാൻസ്ഫർ. ആ ഒരു പ്രോസസ്സിന് പോളിനേഷൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരുന്നു. ആ പോളിനേഷൻ പ്രോസസ്സിനെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതുവരെ എടുത്തതൊന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു ബൈസെക്ഷൽ ഫ്ലവറിനെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്തു. അതിൽ മെയിൽ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് പ്രസൻ്റ് ആണെന്ന് പറഞ്ഞു. അതിൽ ഫീമെയിലിനെ നമ്മൾ പറഞ്ഞു കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റലിനും, മെയിലിനെ നമ്മൾ ആൻഡ്രീഷ്യം അല്ലെങ്കിൽ സ്റ്റെയിം എന്ന് പറഞ്ഞു. അതിൽ ആന്തർ ഫിലമെൻ്റ് ഉണ്ട്, ആന്തർ ബൈലോബ്ഡാണ്. ഈച്ച് ലോബിൽ 2 തീക്കയുണ്ട്, മൊത്തത്തിൽ 4 തീക്ക. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മൈക്രോസ്പോർസ്, അതായത് പോളിൻ ഗ്രെയിൻസ് ഉണ്ടാവുക. പിന്നെ എഗ്ഗിൻ്റെ കേസിൽ, ഒവ്യൂളിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ മെഗാസ്പോറോജെനസിസ് ഉണ്ടായി. മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന്
മെഗാസ്പോർസ് ഉണ്ടായിരുന്നു, 4 മെഗാസ്പോർസ്. അതിൽ 3 ഡീജനറേറ്റ് ചെയ്തു, ഒരെണ്ണം ഫങ്ഷണൽ ആയിരുന്നു. പിന്നെ അതിൻ്റെ ഡിവിഷൻ്റെ കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആണ് പോളിനേഷൻ എന്ന. ഓക്കെ, അപ്പോൾ പോളിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താ? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ടു ദ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതായത് പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പോളിനേഷൻ എന്ന് പറയുക. വൺസ് മോർ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ഇപ്പോൾ ചെമ്പരത്തി എടുത്ത് കാണിച്ചപ്പോൾ ആ യെല്ലോ പൗഡറില്ലേ, അതായത് ആ പോളൻ ഗ്രെയിൻ നമ്മുടെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് പോളിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ പോളിനേഷൻ തന്നെ ഒരു 3 ടൈപ്പ് ഉണ്ട്, അതായത് പല കൈൻഡ്സ് ഉണ്ട്. അതിൽ 3 കൈൻഡാണ് ഓട്ടോഗമി, ജീറ്റ്നോഗമി ആൻഡ് സീനോഗമി. ഇതാണ് 3 ടൈപ്പ് പോളിനേഷൻ. അതിൽ ഓട്ടോഗമി എന്ന് പറയുന്നത്, ഓട്ടോ മീൻസ് സെൽഫ്. ഈ ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ സെയിം ഫ്ലവറിൽ തന്നെ പോളിനേഷൻ നടക്കുക. അതായത് ഷൂ ഫ്ലവർ നേരത്തെ പറഞ്ഞ പോലെ ആ സെയിം ഫ്ലവറിൽ പോളിനേഷൻ നടക്കാനുള്ള സാഹചര്യം മാക്സിമം ആണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിന് ആവശ്യമായ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ സിങ്ക്രോണി ഇൻ പോളൻ റിലീസ്. സിങ്ക്രോണി എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ടൈം നമ്മുടെ പോളൻ ഗ്രെയിൻസ് മെച്യൂർ ആവണം, അതുപോലെ സ്റ്റിഗ്മ റിസെപ്റ്റീവും ആവണം. നമ്മുടെ ഓവ്യൂൾസ് എല്ലാം മെച്യൂർ ആയതിന് ശേഷം മാത്രമേ ഈ സിങ്ക്രോണൈസേഷൻ നടക്കൂ, എന്ന പ്രോസസ്സ് നടക്കൂ. അപ്പോൾ ഈ ഓക്സാലിസ് എന്ന് പറഞ്ഞൊരു ഫ്ലവറിൽ ചാസ്മോഗാമസ് ആസ് വെൽ ആസ് ക്ലീസ്റ്റോഗാമസ് എന്ന് പറഞ്ഞ ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ചാസ്മോഗാമസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആന്തറും സ്റ്റിഗ്മ ആയിരിക്കും, അതായത് ഇങ്ങനെ നീക്കഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൽ അവിടെ ക്രോസ് പോളിനേഷൻ നടക്കാനുള്ള ചാൻസും ഉണ്ട്. പക്ഷേ ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ ഓപ്പൺ ആയിരിക്കില്ല, എപ്പോഴും ക്ലോസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. അതുമാത്രമല്ല അവരുടെ ആന്തറും സ്റ്റിഗ്മയും എടുത്തെടുത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെ എന്താ, സെൽഫ് പോളിനേഷൻ മാക്സിമം പോസിബിളാണ്, അതായത് ഓട്ടോഗമി മാക്സിമം പോസിബിളാണ് ക്ലീസ്റ്റോഗാമസ്. അതുപോലെ തന്നെ പോളിനേറ്റേഴ്സിൻ്റെ ആവശ്യമില്ല അവർക്ക് സ്വന്തമായിട്ട് എന്താ ട്രാൻസ്ഫർ പോളിനേഷൻ നടത്താനുള്ള ശേഷിയുണ്ട്. അതാണ് ഓട്ടോഗമി എന്ന് പറയുന്നത്. അടുത്തത് ഗീറ്റ്നോഗമി. ഗീറ്റ്നോഗമി എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഫ്ലവർ പക്ഷേ സെയിം പ്ലാന്റിൽ പോളിനേഷൻ നടക്കുന്നത്. ഒരു സെയിം പ്ലാന്റിൻ്റെ തന്നെ പല ഫ്ലവേഴ്സ് തമ്മിൽ പോളിനേഷൻ നടക്കുന്നതിനെയാണ് ഗീറ്റ്നോഗമി എന്ന് പറയുക. അപ്പോൾ അവർ ജെനറ്റിക്കലി സിമിലർ ആവും, അതായത് സെയിം പ്ലാന്റിൻ്റെ തന്നെയല്ല പോളിൻ ഗ്രെയിൻസും സ്റ്റിഗ്മയും സെയിം പ്ലാന്റിൻ്റെ ആണ്. സോ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പോളിനേറ്റേഴ്സിൻ്റെ ആവശ്യമുണ്ട്. പോളിൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പോളിനേറ്റേഴ്സിൻ്റെ ഹെൽപ്പ് ആവശ്യമുണ്ട്. ഒരു ക്രോസ് പോളിനേഷൻ എന്നും അതിനെ പറയാം, പക്ഷേ അവർ ജെനറ്റിക്കലി സിമിലർ ആയിരിക്കും. നെക്സ്റ്റ് വണ് സീനോഗാമി. സീനോഗാമി എന്ന് പറഞ്ഞാൽ എന്താ, ക്രോസ് പോളിനേഷൻ ആയിരിക്കും, അതായത് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് തമ്മിലുള്ള പോളിനേഷൻ. അതിൻ്റെ പോളിനേറ്റേഴ്സിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ നമുക്ക് ജെനറ്റിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പോളിൻ ഗ്രെയിൻസ് ഒക്കെ ആയിരിക്കും ഉൽപ്പാദിപ്പിക്കുക, അതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് 3 കൈൻഡ് ഓഫ് പോളിനേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഏജൻറ്റ്സ് ഓഫ് പോളിനേഷൻ പഠിക്കാം. പോളിനേഷൻ പ്രോസസ്സിന് സഹായിക്കുന്ന ഏജൻറ്റ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. അതിൽ 2 ബയോട്ടിക്, ഒരു ബയോട്ടിക് ഫാക്ടറാണുള്ളത്. ബയോട്ടിക്കിൽ വിൻഡും വാട്ടറാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ബയോട്ടിക്കിൽ എനിമൽസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. എനിമൽസ് എന്ന് പറഞ്ഞാൽ ഇൻസെക്റ്റ്, അതുപോലെ തന്നെ ലിസാർഡ്, വാസ്പ്, കുറേ ഉണ്ട് എനിമൽസും. അതുപോലെ തന്നെ വിൻഡും വാട്ടറും അധികം പ്ലാന്റ്സിൽ കാണുന്നില്ല. മോസ്റ്റ്ലി ബയോട്ടിക് ഫാക്ടറാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ മൊത്തത്തിൽ ഏജൻസ് എന്ന് പറയുമ്പോൾ അബയോട്ടിക് ആസ് വെൽ ആസ് ബയോട്ടിക്കും ഉണ്ട്. ഇനി എബയോട്ടിക് നോക്കുകയാണെങ്കിൽ അതിൽ വിൻഡ് പോളിനേഷൻ ആണ് കൂടുതലും കാണാം, വിൻഡ് പോളിനേഷൻ. അപ്പോൾ ഈ വിൻഡ് പോളിനേഷൻ നടക്കണമെങ്കിൽ എന്തൊക്കെ അതിന് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഫാക്ടേഴ്സ് അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വിൻഡ് പോളിനേഷൻ നടക്കുമ്പോൾ അതിൻ്റെ പോളൻ ഗ്രെയിൻസ് ലൈറ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ നോൺ സ്റ്റിക്കി ആയിരിക്കണം. ലൈറ്റ് ആകുമ്പോൾ ഇപ്പോൾ ഒരു ചെടിയിൽ നിന്ന് ഈ പോളൻ ഗ്രെയിനും വിൻഡ് വഴിയല്ലേ പോകുന്നത്. അപ്പോൾ ആ വിൻഡ് വഴി അത് ഡസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ലൈറ്റായിട്ടല്ലേ, അല്ലാണ്ട് ഇപ്പോൾ ഒരു എനിമലാണെങ്കിൽ കുഴപ്പമില്ല, അതിങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോകും. പക്ഷെ വിൻഡ് ആകുമ്പോൾ അതിനനുസരിച്ച് പോകാൻ വേണമെങ്കിൽ അത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, നോൺ സ്റ്റിക്കി ആയിരിക്കണം, അവിടെ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കരുത്. നമുക്ക് പെട്ടെന്നൊരു കാറ്റ് വരുമ്പോൾ അത് പോകണ്ടല്ലോ അതിന്. അപ്പം അതെന്തായിരിക്കണം, ലൈറ്റ് വെയിറ്റ് ആസ് വെൽ ആസ്
നോൺ സ്റ്റിക്കി ആയിരിക്കണം. അതാണ് ആദ്യത്തെ പോയിന്റ് ഒരു വിൻഡ് പോളിനേഷന് വേണ്ടിയിട്ടുള്ളത്. രണ്ടാമത്തത് അവരുടെ സ്റ്റേമിന് എക്സ്പോസ്ഡ് ആയിരിക്കണം. സ്റ്റേമിൻ എക്സ്പോസ്ഡ് ആയിരിക്കണം. സ്റ്റേമിൻ എന്ന് പറഞ്ഞാൽ എൻതർ ഫിലമെൻറ്റ് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ അത് വെൽ എക്സ്പോസ്ഡ് ആയാൽ ഇങ്ങനെ എക്സ്പോസ് ചെയ്തെന്നാലേ അപ്പോഴേ കാറ്റ് വരുമ്പോൾ പെട്ടെന്ന് അതിന് ഡിസ്ലൊക്കേറ്റ് അതായത് മാറിപ്പോവാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഞാൻ പറഞ്ഞു സ്റ്റീമിന് വെൽ എക്സ്പോസ് ആയിരിക്കണം. പക്ഷെ അവരുടെ സ്റ്റിഗ്മ എന്ന് പറയണത് ഫെദറിയും ലാർജും ആയിരിക്കണം. ലാർജ് ആൻഡ് ഫെദറി സ്റ്റിഗ്മ ആയിരിക്കണം അവർക്ക് ഉണ്ടാവേണ്ടത്. സ്റ്റിഗ്മ എന്താണ്? നമ്മുടെ പോളിൻ ഗ്രെയിൻസ് വന്ന് വീഴുന്ന സ്ഥലമാണ് സ്റ്റിഗ്മ. അത് എക്സ്പോസ്ഡ് ആയിരിക്കണം, അത് ലാർജ് ആയിരിക്കണം. അതുപോലെ തന്നെ ഫെദറി ആയിരിക്കണം. ഫെദറി അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കുറേ ഫെദേഴ്സ് ഉണ്ട് നോക്കി. ഇപ്പോൾ ഒരു ചെടിയാണ്, ഇവിടെ കുറേ ഫെദേഴ്സ് ഉണ്ട്. അപ്പോൾ കാറ്റ് വന്ന് ഇത് മടിക്കുമ്പോൾ, അതായത് കാറ്റിലാണ് നമ്മുടെ പോളൻ ഗ്രെയിൻസ് വരുന്നത്. ഈ പോളൻ ഗ്രെയിൻസ് വരുമ്പോൾ ഈ സ്റ്റിഗ്മ അതിനെ പെട്ടെന്ന് ഇങ്ങോട്ട് ക്യാച്ച് ചെയ്യും. പെട്ടെന്ന് അതിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവരുടെ സ്റ്റിഗ്മ ഫെദറി ലോങ് ആൻഡ് ഫെദറി ആണെങ്കിൽ നമുക്ക് പോളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് പെട്ടെന്ന് തന്നെ നടക്കാൻ സാധിക്കും. എയർബോൺ ആയിട്ടുള്ള പോളിൻ ഗ്രെയിൻസിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെദറി സ്റ്റിഗ്മ ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് സിംഗിൾ ഒവ്യൂളാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുക. സിംഗിൾ ഒവ്യൂൾ ആണെങ്കിൽ പോലും അവർ കുറേ അധികം ന്യൂമറസ് ഫ്ലവേഴ്സ് അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫ്ലോറസൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, കട്ട പിടിച്ചിട്ട് ഇങ്ങനെ പൂക്കൾ ഉണ്ടായി നിൽക്കുക. അപ്പം മാക്സിമം പോസിബിലിറ്റി ഉണ്ട് അവിടെ പോളിനേഷന് വേണ്ടിയിട്ട് മാക്സിമം പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഗ്രാസ് ആണ് ഇതിൻ്റെ എക്സാമ്പിൾ. ഈ വാട്ടർ പോളിനേഷൻ എന്ന് പറഞ്ഞാൽ അത് അധികം നടക്കാറില്ല ചില പ്ലാന്റ്സിൽ. പിന്നെ നമ്മൾ ലോവർ ഫോംസിലുള്ള പോളിനേഷൻ ഒക്കെ പഠിച്ചു, അതായത് ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സിലൊക്കെ വാട്ടർ എസെൻഷ്യലാണ്. പോളിനേഷൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് വാട്ടർ എസെൻഷ്യലാണ്. അത് പഠിച്ചിരുന്നു. അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് വാലിസ്നേറിയ, ഹൈഡ്രല്ല, ഇതൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് വരും. ഇപ്പോൾ വാട്ടറിൻ്റെ മേലെയാണ് നമ്മുടെ ഫ്ലവർ എങ്കിൽ, മേലെയാണ് ഇപ്പോൾ ഇത് വാട്ടർ സർഫേസ് ആണെങ്കിൽ മേലെയായിട്ട് ഫ്ലവർ വരികയാണെങ്കിൽ അതിന് ഇൻസെക്ട്സ് വന്നിട്ട് പോളിനേഷൻ സംഭവിക്കാം. മീൻസ് ഇൻസെക്റ്റ് അതിനെ ഹെൽപ്പ് ചെയ്യാം. പക്ഷെ താഴെയാണെങ്കിലാണ് വാട്ടർ ഹെൽപ്പ് ചെയ്യുക. ഈ വാട്ടർ കറൻറ്റ് വഴി ഇപ്പോൾ പോളിൻ ഗ്രെയിൻസ് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ടർ കറൻറ്റ് വന്നിട്ട് സ്റ്റിഗ്മയ്ക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇൻസെക്ട് പോളിനേഷൻ. ഓക്കെ, ഇൻസെക്ട് പോളിനേറ്റേഴ്സ് ഏജൻസ് എന്ന് പറഞ്ഞാൽ അത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസെക്റ്റ് എന്ന് പറഞ്ഞാൽ ബയോട്ടിക് എന്ന് പറഞ്ഞു. അതിൽ ഇൻസെക്റ്റ് പറയുമ്പോൾ പല ഓർഗാനിസംസ് ഉണ്ട്, ലൈക്ക് ലിസാർഡ്, ബീസ്, വാസ്പ്, ബട്ടർഫ്ലൈസ്, അങ്ങനെ ഒരുപാട് ഇൻസെക്ട്സ് പോളിനേഷൻ ഏജൻ്റായിട്ട് ഉണ്ടാവും. അപ്പം അതിൽ എന്താണ് അതിന് നമ്മുടെ ഒരു ഫ്ലവറിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്ലവർ ലാർജ് ആയിരിക്കണം, ലാർജ് ഫ്ലവർ ആയിരിക്കണം. അതുപോലെ തന്നെ കളർഫുൾ. പെട്ടെന്ന് ഒരു നമ്മൾ കണ്ടിട്ടുണ്ട് ഹമ്മിങ് ബേർഡ്, അതുപോലെ തന്നെ സൺബേർഡ്, ബീസ്, എല്ലാവരും പൂക്കളെ നെക്ടർ കുടിക്കാനൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇപ്പം പൂക്കൾ പെട്ടെന്ന് കാണണമെങ്കിൽ അതിന് നല്ല കളർഫുള്ളായിരിക്കണം. അതായത് അവർ പറന്ന് നടക്കുമ്പോൾ നല്ല കളർഫുള്ളും ഫ്രാഗ്രൻ്റ്, അതായത് അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും നല്ല മണമുള്ള നല്ല നെക്ടറുള്ള ഒരു ഫ്ലവറാണ് ഇതെന്ന് അവർക്ക് മനസ്സിലാവണം. അപ്പോൾ എന്തായിരിക്കണം നമ്മുടെ ഈ ഇൻസെക്ട് പോളിനേറ്റേഴ്സിൽ, അങ്ങനത്തെ ഫ്ലവേഴ്സിൽ അത് ഫ്ലവർ ലാർജ് ആയിരിക്കണം. സ്മോൾ ആണെങ്കിൽ തന്നെ അത് ക്ലസ്റ്റർ ഉണ്ടാവണം, ഇൻഫ്ലോറസൻസ് ആയിരിക്കണം, ഒരുപാട് ഫ്ലവേഴ്സ് ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ ലാർജ് ആയിരിക്കണം, നെക്ടർ ഉണ്ടായിരിക്കണം, ഫ്രാഗ്രൻസ് ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിന് ആവശ്യമുള്ളൊരു ഘടകം. അപ്പോൾ അവർ പിന്നെയും വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഒരു ഫ്ലവർ പിന്നെയും വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിവാർഡ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നെക്ടറും പോളൻ ഗ്രെയിനും ആണ് അവർ റിവാർഡ് കൊടുക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. അതായത് നെക്ടർ ആൻഡ് പോളൻ ഗ്രെയിൻസ് ആണ് ഈ ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് പോളിനേറ്റേഴ്സിന് കൊടുക്കുന്ന ഒരു റിവാർഡ്. പിന്നെ എന്താ പറയുക, ഈ ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ ഇപ്പോൾ ഒരു ഫ്ലവറിൽ വന്നിട്ടൊരു ഇൻസെക്റ്റ് വന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അവരുടെ പോളൻ ഗ്രെയിൻസ് ഇവരെ സ്റ്റിക്ക് ചെയ്തിരിക്കുക. അതായത് ഇപ്പോൾ ഒരു ബീ ആണെങ്കിൽ അതിൻ്റെ ലെഗ്സിൽ, ഫൂട്ടിലൊക്കെ ഈ പോളൻ ഗ്രെയിൻസ് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അവർ പോളൻ ഗ്രെയിൻസും കിട്ടും, അതുപോലെ തന്നെ നെക്ടർ അവർ കുടിക്കാനാണ് ഫ്ലവേഴ്സിലേക്ക് വരുന്നത്. ഈ ഒരു ബീ തന്നെ വേറൊരു പൂവിലേക്ക് വരുമ്പോൾ ഈ നെക്ടർ അതിൻ്റെ സ്റ്റിഗ്മയ്ക്ക് ഫോളോ ചെയ്യും. അവർ വേറൊരു പൂവിന് തേൻ കുടിക്കുകയും ചെയ്യും.
അപ്പം അങ്ങനെയാണ് ഈ ഇൻസെക്ട് പോളിനേഷൻ നടക്കുന്നത്. സോ അങ്ങനെയാണ് ഈ ഏജൻസ് ഓഫ് പോളിനേറ്റേഴ്സ് 3 പറഞ്ഞു. എന്താ, 2 അബയോട്ടിക്കും 1 ബയോട്ടിക്കും. വിൻഡാണ് എബയോട്ടിക്കിൽ മെയിൻലി കാണുന്നത്. പിന്നെ ഇൻസെക്ട് പോളിനേറ്റേഴ്സിനെ കുറിച്ച് പറയുകയും ചെയ്തു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് കുറച്ച് ഔട്ട് ബ്രീഡിങ് ഡിവൈസസിനെ കുറിച്ച് പഠിക്കാം. ഔട്ട് ബ്രീഡിങ് ഡിവൈസ്, ആ പേരുണ്ട് ഔട്ട് ബ്രീഡിങ്. അതായത് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഓട്ടോഗമി, അതായത് സെൽഫ് പോളിനേഷൻ, ഒരേ പ്ലാന്റിൽ തന്നെ ഒരേ ഫ്ലവറിൽ തന്നെ ഇങ്ങനെ പോളിനേഷൻ നടന്നുകൊണ്ടിരുന്നാൽ അവിടെ ഇൻബ്രീഡിങ് ഡിപ്രഷൻ ഉണ്ടാവും. ഇൻബ്രീഡിങ് ഡിപ്രഷൻ ഒഴിവാക്കാൻ വേണ്ടി, ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്താണെന്ന് വെച്ചാൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ നടത്തിക്കൊണ്ടിരുന്നാൽ അവിടെ ഒരു വെറൈറ്റി ഓഫ് പോളൻ ഗ്രെയിൻസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇൻബ്രീഡിങ് ഇത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ അസുഖങ്ങൾ വരാനും അതുപോലെ തന്നെ അതിൻ്റെ സർവൈവൽ റേറ്റ് കുറയാനും കുറേ സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട്, ഈ ഒരു ഇൻബ്രീഡിങ് ഡിപ്രഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സ് ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് ഒരു 4 എണ്ണം നമുക്ക് പറയാം. അതിൽ ആദ്യത്തേത് ഈ ഇൻബ്രീഡിങ് ഡിപ്രഷൻ ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞു, കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ നടന്നാൽ അവിടെ ഒരു ഇൻബ്രീഡിങ് ഡിപ്രഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഇൻബ്രീഡിങ് ഡിപ്രഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സിങ്ക്രോണൈസേഷൻ, അതായത് ഈ പോളൻ റിലീസിൻ്റെയും സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റിയുടെയും ടൈം വ്യത്യാസമാക്കുക. അതായത് ഇപ്പോൾ പോളൻ റിലീസ് ആയ ആ സമയത്ത് സ്റ്റിഗ്മ റിസെപ്റ്റൈൽ ആയിരിക്കില്ല, അതായത് അവരുടെ റിസെപ്റ്റിവിറ്റി ഉണ്ടാവില്ല. ഇപ്പോൾ ഈ പോളൻ വന്നിട്ട് ഈ റിസെപ്റ്റീവ് അല്ലാത്ത സ്റ്റിഗ്മേമ ഫാൾ ചെയ്യുകയാണെങ്കിൽ അവിടെ പോളിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കില്ല. അപ്പോൾ ആ പ്രോസസ്സ് നടക്കണമെങ്കിൽ രണ്ടും ഒരേ സമയത്ത് മെച്യൂർ ആവണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതേ സംഭവമാണ് ഇവിടെ ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ആന്തറും സ്റ്റിഗ്മ. നമ്മുടെ ആന്തറും സ്റ്റിഗ്മയും 2 പ്ലേസിലായിരിക്കും ഉണ്ടാവുക, പൊസിഷനിലായിരിക്കും. ഒരു പ്ലാന്റിൽ തന്നെ 2 ഭാഗത്ത് ആന്തറും സ്റ്റിഗ്മ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് സെൽഫ് പോളിനേഷൻ നടക്കാൻ ഉള്ള സാഹചര്യം കുറവായിരിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി. സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്വന്തം പ്ലാന്റിൻ്റെ പോളൻ ഗ്രെയിൻസ്, അത് ഇപ്പോൾ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, ഈ ഒരു പ്ലാന്റിൻ്റെ തന്നെ പോളൻ ഗ്രെയിൻസ് ഇതിൻ്റെ സ്റ്റിഗ്മയിൽ വന്ന് വീഴാണെങ്കിൽ അതിന് റെക്കഗ്നൈസ് ചെയ്യും, ഇത് സ്വന്തം പോളനാണെന്നത് തിരിച്ചറിയും. ഇത് തിരിച്ചറിയുമ്പോൾ പോളൻ വന്ന് സ്റ്റിഗ്മേമ വീഴാണെങ്കിൽ പോളൻ ട്യൂബ് ഉണ്ടാക്കും. പോളൻ ട്യൂബ് ഉണ്ടാക്കുകയല്ലേ ചെയ്യുക. പക്ഷേ ഇവിടെ സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി ഇവർ റെക്കഗ്നൈസ് ചെയ്യുക, ഇത് ഈ സ്വയം പ്ലാന്റിൻ്റെ പോളൻ ഗ്രെയിൻസ് തന്നെയാണ്. അപ്പം പോളൻ ട്യൂബ് അവിടെ അതിൻ്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യും. അതാണ് സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സിൻ്റെ പ്രൊഡക്ഷൻ. ഈ പ്ലാന്റ്സ് ഞാൻ പറഞ്ഞു ബൈസെക്ഷലും ഉണ്ട് യൂണിസെക്ഷലും ഉണ്ട്. അതിൽ ഫ്ലവേഴ്സ് സെയിം പ്ലാന്റിലും കാണാം, ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആയിട്ടും കാണാം. യൂണിസെക്ഷൽ മെയില് ഒരെണ്ണത്തിൽ, ഫീമെയിൽ വേറൊരു ഇത്. ഒന്നിലും സെയിം പ്ലാന്റിൽ തന്നെ ഉണ്ടാവും യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. ഇന്നൊരു പ്ലാന്റിൽ മെയിൽ ഫ്ലവേഴ്സും ഇന്നൊരു പ്ലാന്റിൽ ഫീമെയിൽ ഫ്ലവേഴ്സ്, അങ്ങനെയും കാണാം. അപ്പോൾ ഇതൊക്കെ ഈ 4 എണ്ണമാണ് ഔട്ട് ബ്രീഡിങ് ഡിവൈസസ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പോളൻ പിസ്റ്റിൽ ഇൻറ്ററാക്ഷൻ ആണ് എന്ന ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ പോളൻ പിസ്റ്റിൽ ഇൻറ്ററാക്ഷൻ, പോളൻ എന്ന് പറഞ്ഞാൽ മെയിലിൻ്റെ ഗാമീറ്റ്സിൻ്റെ കാര്യം. പിസ്റ്റിൽ ഞാൻ പറഞ്ഞിരുന്നു, ഫീമെയിൽ ഗാമീറ്റിനെ പറയുന്നതാണ് പിസ്റ്റിൽ, അതിൻ്റെ ഒരു പേര്. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു ഇൻറ്ററാക്ഷൻ്റെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ പോളൻ ഈ പിസ്റ്റിലില്ലേ, നമ്മുടെ പിസ്റ്റിലിന് ഒരു എബിലിറ്റി ഉണ്ട്, അതായത് അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും അത് റൈറ്റ് ടൈപ്പ് ഓഫ് പോളൻ ആണോ. നമ്മളിപ്പോൾ തന്നെ ഔട്ട് ബ്രീഡിങ് ഡിവൈസസിൽ പറഞ്ഞില്ലേ, അത് സെൽഫ് ഇൻകമ്പാറ്റിബിൾ ആയിരിക്കും, അങ്ങനെ കുറച്ച് ഇത് പറഞ്ഞില്ലേ. അപ്പോൾ അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാം അത് സെൽഫ് പോളൻ ആണോ അല്ലെങ്കിൽ റോങ് ടൈപ്പ് ഓഫ് പോളൻ ആണോ റൈറ്റ് ടൈപ്പ് ഓഫ് പോളൻ ആണോ എന്നൊക്കെ അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പോൾ ഒരു റോങ് ടൈപ്പ് പോളൻ ആണ് വന്ന് വീഴണമെങ്കിൽ അവർ പോളൻ ട്യൂബ് ഗ്രൂ ചെയ്യില്ല. അപ്പോൾ പക്ഷേ റൈറ്റ് ടൈപ്പ് ആണെങ്കിൽ പോളൻ ട്യൂബ് ഗ്രോത്ത് ചെയ്യും. ഓക്കെ, അതാണ് പോളൻ പിസ്റ്റൽ ഇൻറ്ററാക്ഷൻ. അപ്പോൾ വെജിറ്റേറ്റീവും ജനറേറ്റീവ് സെൽസും ആണ്. ആ സെൽ സ്റ്റേജിലാണ് നമ്മുടെ പോളൻ ഗ്രെയിൻസ് ഷെഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോളൻ ഗ്രെയിൻ വന്ന് സ്റ്റിഗ്മേമ ഫാൾ ചെയ്യുന്ന ആ സമയം ഫാൾ ചെയ്തു, എന്നിട്ട് ആ ഫാൾ ചെയ്യുന്ന സമയത്ത് സ്റ്റിഗ്മേന്ന് അലോങ് വിത്ത് സ്റ്റിഗ്മ ടുവേർഡ്സ് സ്റ്റൈലിലേക്ക് അത് ലീഡ് ചെയ്തിട്ട് പിന്നെ ഓവറിലേക്കാണ് അത് എത്തുക. അപ്പോൾ ഈ സ്റ്റിഗ്മയിൽ വീണ് തുടങ്ങിയതിന് ശേഷം തന്നെ ഈ 2 സെൽഡ് സ്റ്റേജിന് അവിടെ ഒരു
എന്താ ഡിവിഷൻ നടന്നത് മെയിൽ ഗാമീറ്റ്സ് ആയിട്ട്, 2 മെയിൽ ഗാമീറ്റ് ആയിട്ടാണ് അത് മാറാം. 2 സെൽ സ്റ്റേജിലുള്ള ഈ എന്താ ജനറേറ്റീവ് വെജിറ്റേറ്റീവ് സെൽസ് പറഞ്ഞു. അതിൽ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2 മെയിൽ ഗാമീറ്റ്സ് ഉണ്ടാകും. ഈ പോളൻ ട്യൂബിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ അതായത് അവരിങ്ങനെ പോളൻ ട്യൂബ് ഉണ്ടാക്കി നേരെ ഒവ്യൂളിലേക്ക് മൈക്രോപൈല് വഴി കയറുന്ന ആ സമയത്ത് 2 മെയിൽ ഗാമീറ്റ്സ് ആയിട്ടായിരിക്കും അത് മാറാം. അപ്പോൾ അതായത് മൈക്രോപൈലിലെത്തി, അതൊരു സ്മോൾ ഓപ്പണിംഗ് ആണെന്ന് പറഞ്ഞു. ആ മൈക്രോപൈലിലെത്തുമ്പോൾ എന്താ അവിടെ ഫില്ലിഫോം അപ്പാരറ്റസ് ഉണ്ട്. ഈ ഫില്ലിഫോം അപ്പാരറ്റസ് വൺ ഓഫ് ദ സിനർജിഡ്സിക്ക് ഇതിനെ ലീഡ് ചെയ്യും. ആരാ? ഈ മെയിൽ ഗാമീറ്റ്സിനെ ലീഡ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം ഈ ഒരു അതായത് ഞാൻ പറഞ്ഞത് ഇപ്പം ഈ പോളൻ വന്നു, പോളനും പിസ്റ്റിലാണ് വന്നിട്ടുള്ളത്. പോളനും പിസ്റ്റിലും തമ്മിലുള്ള ഇന്ററാക്ഷൻ, അതാണ് ഈ പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ. മനസ്സിലായില്ലേ? അതായത് പോളനും പിസ്റ്റിലും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ജസ്റ്റ് സിമ്പിളാണ്. അതായത് പോളൻ ട്യൂബ് ഗ്രോത്ത് അത് ലീഡ്സ് മൈക്രോപൈലേക്ക് അത് ലീഡ് ചെയ്യുന്നു. അതൊക്കെ ഒന്ന് ജസ്റ്റ് പറയാം. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? മാൻ മെയ്ഡ്. നമ്മൾ എന്താ ഹൈബ്രിഡ് ഉണ്ടാക്കുക, വെറൈറ്റി ഓഫ് ഹൈബ്രിഡ്സ് ഉണ്ടാക്കുക, അതാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. അതായത് ഡിസൈഡ് ആയിട്ടുള്ള പോളിൻ ഗ്രെയിൻസ് തന്നെ ഫാൾ ചെയ്യിക്കുക. പിന്നെ ഒരു സ്റ്റിഗ്മ ഡിസൈഡ് ക്യാരക്ടേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യും. സ്ട്രോങ് ആണ്, ഡിസീസ് റെസിസ്റ്റൻ്റ്, അങ്ങനെ പല ഡിസൈർ ക്വാളിറ്റീസ് ഉള്ള ക്രോപ്സിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ഡിസൈർ ക്വാളിറ്റീസിലുള്ള പോളിൻ ഗ്രെയിൻസും സ്റ്റിഗ്മയും തമ്മിലുള്ള പോളിനേഷൻ നടത്തിക്കുക. അതാണ് ഈ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞൊരു അപ്രോച്ചിൽ എന്താ ക്രോപ്പിൻ്റെ ഇംപ്രൂവ്മെൻ്റ് ആണ് ഇതേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതെന്താണ്? ഇതിൽ കുറച്ച് പ്രോസസ്സുകൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇൻവോൾവ് ചെയ്യണ എന്തിനാണ് വേണ്ടിയെന്ന് വെച്ചാൽ സ്റ്റിഗ്മാനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ദസ് ബൈ പോളിനേഷൻ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റിഗ്മാനെ പ്രൊട്ടക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? വേറെ പോളൻ ഗ്രെയിൻസ്, ഡിസൈറബിൾ അല്ലാത്ത, നമുക്ക് ആവശ്യമില്ലാത്ത പോളൻ ഗ്രെയിൻസ് നമ്മുടെ പോളിനേറ്റേഴ്സ് വന്ന് പോളിനേഷൻ നടത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റിഗ്മാനെ നമ്മൾ എന്താ കവർ ചെയ്യുക, ബാഗ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് പ്രോസസ്സ് ഇതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ 2 പ്രോസസ്സാണ് ഈ മാസ്കുലേഷനും ബാഗിങ്ങും. അങ്ങനത്തെ 2 പ്രോസസ്സ്. ഇനി ഈ ബാഗ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ഈ ബാഗ് ചെയ്തത് അത് കുറച്ച് നാളവിടെ വയ്ക്കുക. അതായത് എപ്പോൾ വരാം? സ്റ്റിഗ്മ റിസെപ്റ്റീവ് ആവുന്ന വരെ അതിനെ കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാം. സ്റ്റിഗ്മ ഒരിക്കൽ റിസെപ്റ്റീവ് ആയി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് നമുക്ക് അതിനെ സ്പോറോപോളിനിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് സ്റ്റോർ ചെയ്യാം. എത്ര കാലം വേണമെങ്കിലും നമുക്ക് പോളൻ ഗ്രെയിൻസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ സ്റ്റിഗ്മ ഇപ്പം മെച്യൂർ, അതായത് റിസെപ്റ്റീവ് ആവുകയാണെങ്കിൽ മെച്യൂർ പോളൻ ഗ്രെയിൻസ് നമുക്ക് ഈ റിസെപ്റ്റീവ് ആയിട്ടുള്ള സ്റ്റിഗ്മയിൽ ടെസ്റ്റ് ചെയ്യിക്കാം. വല്ല ബ്രഷൊക്കെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യിക്കാം. എന്നിട്ട് പിന്നെയും ഇതിനെ റീബാഗ് ചെയ്യണം. അതായത് ബാഗ് റിമൂവ് ചെയ്തിട്ടാണ് പോളൻ ഗ്രെയിൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്തത്. എന്നിട്ട് പിന്നെയും ഇതിനെ റീബാഗ് ചെയ്യുക. എപ്പോൾ വരാം? ഒരു ഫ്രൂട്ട് ആവുന്ന വരെ നമുക്കിതിനെ റീബാഗ് ചെയ്യാം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെയും കണ്ടാമിനേഷൻ വേണമെങ്കിൽ വരാം. അത് പ്രിവെൻറ്റ് ചെയ്യാനാണ് പിന്നെയും റീബാഗ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ്. വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ? ഇതിന് 2 പ്രോസസ്സ് പറഞ്ഞു, മാസ്കുലേഷനും ബാഗിങ്ങും. ഈ 2 പ്രോസസ്സാണ് ഇതിനുള്ളത്. മാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആന്തറിനെ റിമൂവ് ചെയ്യുക. ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ ആന്തറിനെ ഫോർസെപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുന്നതിനാണ് ഈ മാസ്കുലേഷൻ എന്ന് പറയാം. ബാഗിങ് എന്ന് പറഞ്ഞാൽ ഈ റിമൂവ് ചെയ്തതിനെ സ്റ്റിഗ്മ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാം, കണ്ടാമിനേഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കവർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബാഗിങ് എന്ന് പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. പിന്നെ ഇപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണെങ്കിൽ നമുക്ക് മാസ്കുലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൻ്റെ ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ യൂണിസെക്ഷൽ ഫ്ലവർ അല്ലേ, അപ്പോൾ അതിനെ എന്താ ബൈസെക്ഷൽ അല്ല, അപ്പോൾ ആന്തേഴ്സ് അങ്ങനെ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെ ബാഗിങ് മാത്രം ചെയ്താൽ മതി. ഇതാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഇനി നമുക്ക് പാർട്ട് 2 നെക്സ്റ്റ് ഭാഗം ഞാൻ പറയാം. ഡബിൾ ഫെർട്ടിലൈസേഷനെ കുറിച്ച് ഞാൻ പറയാം.